എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ കറണ്ട് ബില്ലിനെ കുറിച്ചാട്ടോ. എല്ലാവർക്കും അറിയാം, കറണ്ട് ബില്ല് കൂട്ടിയ കാര്യം 1-ാം തീയതി തൊട്ട് കറണ്ട് ബില്ല് എല്ലാവർക്കും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഒരു യൂണിറ്റിന് 59 രൂപ വരുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലത്തെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം KSEB കാൽക്കുലേറ്റർ, അതായത് നമുക്ക് എത്ര യൂണിറ്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബില്ല്, എത്ര യൂണിറ്റിന് എത്ര രൂപ വരും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ KSEB കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. നമ്മൾ KSEB കാൽക്കുലേറ്റർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ KSEB എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുറന്നു വരും, ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ. അതിൽ അഡ്വാൻസ്, ജനറിക് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താരിഫ് എന്തായാലും നോക്കണം. നമ്മുടെ വീട്ടിൽ കൊടുക്കേണ്ട താരിഫ് എന്ന് പറയുന്നത് LT 1A കണക്ഷനാണ്. നിങ്ങളുടെ വീട്ടിൽ ലോ ടെൻഷൻ, അതായത് LT കണക്ഷൻ ആണെങ്കിൽ 1Aയിലേക്ക് സെലക്ട് ചെയ്യുക. ഇത് 2-3 കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് LT 1A തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് താഴെ ഡൊമസ്റ്റിക് കാണാം. അപ്പോൾ നിങ്ങളുടെ വീടാണെങ്കിൽ വീട് കൊടുക്കുക, വീട് തന്നെയാണ് 1Aയിലേക്ക് കിടക്കുക. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ സൈക്കിൾ, അതായത് 1 മാസത്തേക്കാണോ ബില്ല് വരിക, 2 മാസത്തേക്കാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ KSEB ബില്ല് 2 മാസത്തേക്കാണ് വീട്ടിലേക്ക് വരുന്ന ബില്ല്. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് കൺസ്യൂമർ യൂണിറ്റ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, നമുക്കൊരു 100 രൂപ, നമുക്ക് 100 യൂണിറ്റ് നമുക്ക് ഇട്ട് നോക്കുക. നമ്മൾ 100 യൂണിറ്റ് ഉപയോഗിച്ചെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് സെലക്ട് ചെയ്യണം, 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് സിംഗിൾ ഫേസ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും 100 യൂണിറ്റിന് എത്ര രൂപയാണ് ബില്ല് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണാം 399 രൂപയാണ് നമ്മൾ 100 യൂണിറ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരിക കേട്ടോ. അതായത് നമ്മൾ 100 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 399 രൂപയാണ് നമ്മൾ ബില്ല് നമുക്ക് വരിക. അതേ സമയത്ത് നമുക്ക് 101 യൂണിറ്റ് നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇവിടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് നോക്കിക്കോളൂ. നമ്മൾ 101 യൂണിറ്റ് നമ്മൾ അടിച്ചു, സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 458 രൂപയുടെ ബില്ല് വന്നത് കാണാം. 399 നിന്ന് 458 രൂപയായി. അതായത് ഒരു യൂണിറ്റിന് 59 രൂപയോളം അധികം നമ്മൾ അടയ്ക്കേണ്ടി വന്നു. അത് ഒരു യൂണിറ്റ് മാത്രമല്ല, നമ്മൾ ഈ 100 യൂണിറ്റ് ഉപയോഗിച്ചതിൻ്റെയും ആ ഒരു യൂണിറ്റ് കൂടിയതുകൊണ്ട് 59 രൂപ കൂടുതൽ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 101 യൂണിറ്റ് ആകുമ്പോൾ 59 രൂപയാണ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. അതേ മാത്രമല്ല കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു 50 നമുക്ക് ഇട്ട് നോക്കാം. 50 യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 223 രൂപയാണ് നമുക്ക് കാണിക്കുന്ന ബില്ല് എമൗണ്ട് കേട്ടോ, ടോട്ടൽ എമൗണ്ട്. നമുക്കൊരു 51 ഇടാം. 51 ഇട്ട് കഴിഞ്ഞാൽ 225. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ 100 യൂണിറ്റ് കടന്നു കഴിഞ്ഞാലാണ്, 101 യൂണിറ്റിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് 59 രൂപ എക്സ്ട്രാ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ KSEBയുടെ ഒരു കൊള്ള എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വിട്ട് അതർ സ്റ്റേറ്റിലേക്ക് പോവാം. അതായത് നമുക്ക് തമിഴ്നാട്ടിലത്തെ ബില്ല് നിങ്ങൾക്ക് എത്ര എന്നുള്ളത് അറിയോ? നമുക്ക് എന്തായാലും അവിടുത്തെ ഒരു ബിൽ കാൽക്കുലേറ്ററിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് TNEB ബിൽ കാൽക്കുലേറ്റർ 2025 എന്നുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ തുറന്നു. ഇവിടെ ആൾറെഡി നിങ്ങൾക്ക് കാണാം, ഇതാണ് അവരുടെ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 100 യൂണിറ്റ് എന്നടിക്കാം. ഇപ്പോൾ ഇവിടെ 100 100 യൂണിറ്റിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഒരു കൺസ്യൂമർ യൂണിറ്റ് 100, അതായത് 100 യൂണിറ്റ് വരെ ഇവിടെ ഫ്രീ ആണ്. എമൗണ്ട് ഫ്രീ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. 100 യൂണിറ്റ് വരെ ഇവിടെ ഫ്രീ ആണ്. ഗവൺമെൻറ്, അതായത് തമിഴ്നാട് ഗവൺമെൻറ് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് 100 യൂണിറ്റ് വരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ 100 യൂണിറ്റിന് നമുക്ക് 399 രൂപ എന്തായാലും അടയ്ക്കേണ്ടി വരും കേട്ടോ. അതുകൂടാതെ ഈ ബില്ലിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എനർജി ചാർജ്, ഡ്യൂട്ടി ചാർജ്, ഫ്യൂവൽ ചാർജ്,
ഫിക്സ്ഡ് ചാർജ്, മീറ്റർ വാടക, സബ്സിഡി, റൗണ്ട് ഓഫ്, എന്താ അല്ലേ, ഇതേപോലെ ഒന്നും ഇല്ല നമ്മുടെ TNEB, അതായത് തമിഴ്നാട്ടിലത്തെ ഇലക്ട്രിസിറ്റിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കെന്തായാലും അവിടെ 101 യൂണിറ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. 101 യൂണിറ്റിന് നമുക്ക് എത്ര രൂപയാണ് വരുന്നുള്ളത് കാൽക്കുലേറ്റ് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. 101 യൂണിറ്റിന് 2 രൂപ 35 പൈസ മാത്രമാണ് അവർക്ക് ബില്ല് വരുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കണമെന്ന് കരുതി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, അതായത് KSEBയുടെ പേപ്പർ സംവിധാനങ്ങളെല്ലാം ഓൺലൈനിലാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഓൺലൈൻ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലത്തെ ഓണർഷിപ്പ് ചേഞ്ചിങ്, ഷിഫ്റ്റിംഗ്, താരിഫ് ചേഞ്ചിങ്, പുതിയ കണക്ഷൻ ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്നുള്ളതൊരു വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. താങ്ക് യു.